എനിക്ക് ലാലിനെ വെച്ചിട്ടൊരു തിരക്കഥ എഴുതാൻ എന്താ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ലാലിന് വേണ്ടി സ്ക്രിപ്റ്റ്, അടുത്ത കാലത്ത് പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ എഴുതേണ്ടതെന്ന് അറിയില്ല. ഒരു മാത്രം നേരം ശ്വാസം അടക്കി പിടിച്ചു എന്ന് ലാല് തന്നെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ആ മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത്. കത്തി താഴെ ഇടാന്നൊക്കെ പറയുന്ന സാധനമല്ലേ. അതിലൊക്കെ ലാലിന്റെ 2-3 ഭാവങ്ങളുണ്ട് ഇതില് അദ്ദേഹം തന്നെ എടുത്ത്. അതും കട്ട് ഷോട്ട്സ് ആണ്. എന്ത് രസമായിട്ട് ലാല് ചെയ്യുന്നത്. അതെങ്ങനെയല്ല വന്നു. അതുപോലെ അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് 7 bells ആണ്. എഴുത്തിൽ ക്രിയേറ്റ് ചെയ്ത രഘു തന്നെയാണ്. അന്ന് 7 bells എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകും. അത് 2 സൈഡിലും ഒരു ബെല്ലോസ് വെച്ചിട്ട് ഹാർമോണിയത്തിനൊക്കെ ഉപയോഗിക്കുന്ന ബെല്ലോസ്. ഈ മ്യൂസിക് ഡയറക്ടറുടെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ആ ശബ്ദം അയാളൊരു ശ്വാസ ശബ്ദമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സംസാരിക്കുന്നത് ജീവനുള്ള ഒരു വസ്തുവായി മാറി. അത് നിങ്ങളിനി പാട്ട് കേൾക്കുമ്പോഴും അതിൻ്റെ റീറെക്കോർഡിങ് കേൾക്കുമ്പോഴൊക്കെ ലാല് വരുന്നതോടെ ആൾക്കാർ, നമ്മൾ ആ സിനിമയുടെ റിലീസ് വരെയും മോഹൻലാൽ സിനിമയിൽ ഉണ്ടാവും എന്നുള്ള ഒരു സൂചനയും കൊടുത്തിരുന്നില്ല. ലാല് വരുന്നതോടെ തിയേറ്ററിൽ അത് ഭയങ്കരമായ ഷോക്കായി. ആൾക്കാർ അപ്രതീക്ഷിതമായ ഒരു, അതുപോലെ ഈ ആകാശദൂത് വിജയത്തിലേക്ക് എത്തിക്കുന്നത് തൂവാലയാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അത് തിയേറ്ററിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ആളില്ലായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഒരു 100 പേര് ആൾക്കാർ സിനിമ കാണാൻ വരുന്നവർക്ക് ഒരു ടവല് കൊടുത്തു കഴിഞ്ഞാൽ അവരാദ്യം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കൊടുക്കും. പക്ഷേ അവർക്ക് അപ്പോൾ എന്തിനാ തരുന്നതെന്ന് തോന്നില്ല. പക്ഷേ തിയേറ്ററിൽ കയറി സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നും. കുട്ടിച്ചാത്തൻ എന്ന സിനിമ, അത് വളരെ ചർച്ച ചെയ്യപ്പെട്ട സിനിമ. അത് 13 പേർ എഴുതിയിട്ടും ശരിയാവാഞ്ഞിട്ടാണ് സാറിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് ശരിയാവുന്നത്. സിബി അന്ന് അവിടെ ഇല്ല. സിബിയെ ഞാൻ ഈ പടത്തിന് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അന്ന് ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ലെങ്കിൽ കുട്ടിച്ചാത്തനും ഉണ്ടാവില്ല. കൂടെയുള്ളത് സിബി മലയിൽ, രഘുനാഥ് പലേരി എന്നിവരാണ്. നമസ്കാരം. ദേവദൂതൻ വീണ്ടും വരുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ ദേവദൂതൻ വരുമെന്ന് പറയുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും അതിലെ ചില ഭാഗങ്ങളില്ലാതെയാണ് വരുന്നത് എന്ന് പറയുന്നു. അത് ഈ പറയുന്ന പോലെ റീ എഡിറ്റഡ് വേർഷനാണ്. കൂട്ടിച്ചേർക്കലുകളില്ല, കുറയ്ക്കലുകളേ ഉള്ളൂ. ഇതൊരു ആദ്യ വേർഷനായിട്ട് നമ്മൾ 2000-ൽ വന്ന സിനിമയിൽ നിന്നും നമുക്കന്ന് അതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ചില ഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റീമാസ്റ്റേർഡ് റീ എഡിറ്റഡ് വേർഷൻ വരാൻ പോകുന്നത്. അത് കുറച്ചും കൂടെ നല്ലൊരു കാഴ്ച അനുഭവം, അതുപോലെ തന്നെ ഓഡിയോ അറ്റ്മോസ് സൗണ്ടിൻ്റെ ഒരു കേൾവിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നു. ആദ്യ സമയത്ത് 3 മണിക്കൂറിലധികം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇല്ല 2.25 മണിക്കൂറേ ഉള്ളൂ. ഇപ്പോൾ വരുന്നത് അതിൽ കുറച്ചിട്ട് ഈ ചിലതെടുത്ത് കളഞ്ഞു എന്ന് പറയുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ചില കോമഡികൾ അതിൽ ആവശ്യമില്ലായിരുന്നു എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതാണോ ഇപ്പൊ കളഞ്ഞിട്ടുള്ളത്? അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കന്ന് ഈ പറയുന്ന പോലെ നമുക്ക് അതിനകത്ത് അതിൻ്റെ പ്രധാന ഗതാഘടനയോട് യോജിക്കാത്ത ചില ഭാഗങ്ങൾ അന്ന് നമ്മൾ മോഹൻലാൽ വന്നതുകൊണ്ട് ചില കൊമേഴ്ഷ്യൽ ഒരു ആംഗിളിൽ കൂടെ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ വന്ന പിഴവാണത്. അത് നമ്മുടെ പിഴവാണ്. അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊതുവിൽ ഒരു ഹൊറർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പൊതുവിൽ പ്രേതം വരുന്നു അല്ലെങ്കിൽ ആത്മാവ് അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ പല സിനിമകളിലും നമ്മൾ പല രീതിയാണ് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ ഒരു രൂപമോ ഒക്കെ പോകുന്നതായിരിക്കും. പക്ഷേ ദേവദൂതനിൽ പ്രാവിൻ്റെ ചിറകടി, ഒരു പട്ടിയുടെ കുര, ഇതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതൊരു ഹൊറർ ഫീൽ ഉണ്ട്, അവിടെ ഒരു ആത്മാവുണ്ട് എന്ന് തോന്നിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു കഥാഗതി കൊണ്ടുപോയത്? ഈ പ്രാവിൻ്റെ ചിറകടി അതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക്. അത് ഈ ആത്മാവിൻ്റെ പ്രസൻസ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ വേണ്ടി ചില ശബ്ദങ്ങൾ ഉപയോഗിച്ചു അതിനോട് ചേരുന്ന യോജിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ലൈവ് ഇമോഷൻ ലൈവ് ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരാളുടെ. ഇത് ശരിക്കും ഒരു ലവ് സ്റ്റോറിയാണ്. ഇത് ഹൊറർ ഫിലിം അല്ല, ഹൊറർ സ്റ്റോറി ആയിട്ടല്ല എഴുതിയത്. പക്ഷേ നമ്മൾക്ക് അത് ആ ഒരു മറഞ്ഞു നിൽക്കുന്ന ഒരാളോട്, അയാളുടെ കാത്തിരിക്കുന്ന പെൺകുട്ടിയോട് പറയണം കാത്തിരിക്കണ്ട ഞാൻ പോയി എന്ന് പറയണമെങ്കിൽ ആ പറയുന്ന ചിന്തകളിലേക്ക് എനിക്ക് പറയാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുമ്പോൾ, എനിക്ക് എഴുതുമ്പോൾ എനിക്ക് കിട്ടിയ എലമെൻറ്റ്സ് ആണ് അതൊക്കെ. അത് മനഃപൂർവ്വം ഹൊററിന് വേണ്ടി ചെയ്തതല്ല. അത് എത്രത്തോളം അദ്ദേഹത്തിന് എനിക്ക് എൻ്റെ സംവിധായകനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചോ അത് അദ്ദേഹം ഉൾക്കൊണ്ട് അദ്ദേഹം അത് ഷൂട്ട് ചെയ്യുന്ന, അത് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഫീലിങ്ങിലാണ് പിന്നെ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എൻഹാൻസ്മെൻറ്റ് വരുന്നത്. അതൊന്നും മനഃപൂർവ്വം അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അത് ഷൂട്ട് ചെയ്യുമ്പോൾ സിബിയുടെ മനസ്സിലുണ്ടായിരുന്നതും ഇതൊരു ഹൊറർ ഫിലിമായിട്ടല്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറിയാണ്.
ഓഡിയൻസിൻ്റെ മനോനിലയിലാണ് അത് ഓരോരുത്തരും ഓരോ വിധത്തിൽ എടുക്കുന്നത്. പക്ഷെ എത്രയോ പേര് അതിനെ ഈ ലെവലിലും എടുത്തിട്ടുണ്ട്. അല്ലാണ്ടും ഭയപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. സ്വാഭാവികം സംഭവിക്കുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വമൊന്നുമല്ല. പക്ഷേ അതങ്ങനെ വന്നതാണ് ഇതെന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു. എങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ്. വിശാഖകൃഷ്ണമൂർത്തിയുടെ മനസ്സിലേക്ക് എങ്ങനെ ഈ ചിന്തകളൊക്കെ വരുന്നോ അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിലേക്കും വന്നത്. അങ്ങനെ വരുന്നതാണ്. ഇവിടെ ഒരു പ്രാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപാട് പ്രാവുകൾ നമ്മുടെ മുമ്പിൽ. പറയുമ്പോൾ ഇഷ്ടംപോലെ പ്രാവുണ്ടല്ലോ, ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ ഓഫ്ലൈനായിട്ട് പറയാനിരിക്കുകയായിരുന്നു. ആ ചോദ്യം ചോദിക്കുന്നത് ആരോട് നോക്കുമ്പോൾ നിറച്ച് പ്രാവാ. നീ ഈ സാരി എടുക്കാൻ കാരണം ഈ പടമായതുകൊണ്ട് അല്ല, യാദർശികമായി എടുത്തതാണ്. നല്ല രസമുണ്ട്. അതുപോലെ സാർ, ഈ കരളെ നിൻ കൈ പിടിച്ചാൽ എന്ന ഗാനം, അത് ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് സുജാതയോ അങ്ങനെ മറ്റാരോ ആണ് പാടിയതെന്ന്. പക്ഷേ എല്ലാം പ്രീതി എന്ന് പറയുന്ന ഗായികയായിരുന്നു പാടിയത്. അങ്ങനെ ഒരു വോയിസ് തന്നെ ആ സിനിമയിൽ ആവശ്യമുണ്ട്, ആ പാട്ടിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുകയും ആ കണ്ടെത്തൽ നടത്തുകയും ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അത് ഈ കഥാപാത്രത്തിൻ്റെ ഒരു പൂർവ്വകാലത്താണ് ആ പാട്ട് സംഭവിക്കുന്നത്. അലീനയുടെ ചെറുപ്പകാലത്ത്, അവൾ പ്രണയിച്ചിരുന്ന കാലത്ത്, ആ പ്രണയകാലത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ഗാനം ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ വേറിട്ട ശബ്ദം വേണമെന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായി. പ്രത്യേകിച്ചും വിദ്യാസാഗറാണ് അങ്ങനെ ഒരു താല്പര്യം കാണിച്ചത്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ അന്നുണ്ടായിരുന്ന, നമ്മൾ ശ്രദ്ധിച്ചിരുന്ന പ്രീതിയുടെ വോയിസാണ് സജസ്റ്റ് ചെയ്തത്. അത് വിദ്യാസാഗർ അവരെ അവിടെ ചെന്നൈയിൽ വിളിച്ച് വരുത്തി പാടിപ്പിച്ചു. അവരെ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നു എന്നുള്ള ധാരണയില്ലാതെ ഒരു ട്രാക്ക് പാടാൻ എന്ന പോലെ വിളിപ്പിച്ചിട്ട് 2 ട്രാക്കുകളും പാടിച്ചു. പൂവേ പൂവേയും പാടിപ്പിച്ചു, ഇതും പാടിപ്പിച്ചു. എന്നിട്ട് പിന്നീട് പറയാം, സെലക്ട് ചെയ്യാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ വിദ്യാസാഗറിൻ്റെ മനസ്സിൽ അപ്പോഴും ഇത് തന്നെയായിരുന്നു, കരളെ നിൻ കൈ പിടിച്ചാൽ അവരെ കൊണ്ട് പാടിക്കുക, ഒരു പുതിയ വോയിസ് വേണമെന്നുള്ളതായിരുന്നു. മറ്റേ പാട്ടാണ് ചിത്ര പിന്നീട് പാടിയത്. അപ്പോൾ ഈയൊരു കൺസെപ്റ്റായിരുന്നു അതിനകത്തുണ്ടായിരുന്നൊരു. ജയപ്രദയെ പോലെ ഒരു കഥാപാത്രത്തിൻ്റെ, അലീനയുടെ ചെറുപ്പകാലത്ത് വരുന്നൊരു ശബ്ദം ഒരു പുതിയ ശബ്ദമാകണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. ജയപ്രഭയെ കുറിച്ച് പറയുമ്പം ഓരോ ഇമോഷൻസ് ഉണ്ട്. അലീനയുടെ ഓരോ പ്രണയങ്ങൾ നമുക്ക് എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം കാത്തിരിക്കുന്നു, അത് എത്രത്തോളം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് അവരുടെ ഓരോ എക്സ്പ്രഷൻസിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ അവരിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ശരിക്കും കൊണ്ടുവരുന്നത്, ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ? നമ്മൾ ആദ്യം തൊട്ട് ഈ കഥ വരുമ്പോൾ നമ്മളുടെ ഒരു ചിന്ത, ഞാൻ പറയുന്നത് 1982 ഞങ്ങൾ ഈ കഥ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രം ചെയ്യേണ്ട അന്നുണ്ടായിരുന്നത് മാധവിയായിരുന്നു. മാധവി അന്ന് ഇവിടെ മലയാളത്തിലേക്ക് വന്നിട്ട് ഭരതേട്ടൻ്റെ കൂടെ ഓർമ്മയ്ക്കായി അങ്ങനെയുള്ള കുറേ സിനിമകൾ അവർ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു നായികയായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ സൗന്ദര്യവും അവരുടെ രൂപവും എല്ലാം ഇതിന് ചേരുമെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷേ 2000-ലേക്ക് എത്തുമ്പോഴേക്കും ഈ കഥാപാത്രത്തെ നമ്മൾ കണ്ടത്, അന്ന് ഒരേ ആൾ തന്നെ 2 റോളും ചെയ്യുക എന്നുള്ള രീതിയിലാണ് മാധവിയെ കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ അവർ ഈ കഥാപാത്രത്തിൻ്റെ പ്രായം വളരെ പ്രായവ്യത്യാസം വളരെ ഉണ്ടായി. ഒരു 20കളിൽ നിന്നൊരു ലേറ്റ് 40s വരുന്നൊരു ഗ്യാപ്പുണ്ടായി. ഒരു 30 വർഷത്തോളം ഉള്ളൊരു ഗ്യാപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ തന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും ആ പ്രായത്തിലുള്ള ഒരു ലേറ്റ് 40s അല്ലെങ്കിൽ മിഡ് 40s ഒരു അത്രമാത്രം സൗന്ദര്യമുള്ളൊരു ആക്ട്രസിനെ വേണം. അത് നോൺ ഫേസ് ആയിരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ചിന്തിച്ചത് രേഖയെക്കുറിച്ചാണ്, ഹിന്ദി ആക്ട്രസ് രേഖയെക്കുറിച്ചാണ്. അപ്പോൾ അവരെ ബന്ധപ്പെടുകയും അവരെ നേരിട്ട് പോയി കാണുകയും അവരോട് കഥ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അവർ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഇന്ത്യയിൽ 6 മണിക്ക് ശേഷം അവർ ഷൂട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ആ കണ്ടീഷൻ പറഞ്ഞപ്പോൾ നമുക്ക് 6 മണിക്ക് ശേഷം രാത്രി സീനുകളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് അവരുടെ ആ കണ്ടീഷൻസിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അടുത്ത ഓപ്ഷൻ ജയപ്രദയായിരുന്നു. അപ്പോൾ ജയപ്രദയെ നമ്മൾ ജയപ്രദയുടെ സൗന്ദര്യം നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത്, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ചെന്നൈയിൽ ഡബ്ബിങ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കൊക്കെ ചെല്ലുമ്പോൾ ഒരിക്കൽ പ്രസാദ് സ്റ്റുഡിയോയിൽ ഞാൻ അവിടെ റെക്കോർഡിങ്ങിൻ്റെ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഒരു ലോണിലൊരു പാട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അഭിനയിക്കുന്നത്. നമ്മളിങ്ങനെ ആ ഷൂട്ടിങ്ങൊക്കെ കാണാൻ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഇവരുടെ പേര്, ഇവർ തെലുങ്ക് നടിയാണെന്നും ഇവർ ജയപ്രദയാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്.
പിന്നീട് സാഗര സംഗമം പോലുള്ള സിനിമകളിലൊക്കെ നമ്മളവരെ കാണുന്നു. അപ്പം അന്നത്തെ കാലത്ത് ഒരു 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 ആ തലമുറയിലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും സൗന്ദര്യമുള്ളൊരു അഭിനേത്രി എന്ന നിലയിൽ അവരും നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഓർമ്മയിൽ നിന്നാണ് ജയപ്രദയിലേക്ക് എത്തുന്നത്. ജയപ്രദയെ ഞാൻ നേരിൽ പോയി ഹൈദരാബാദിൽ പോയി കാണുകയായിരുന്നു. അവരോട് കഥ പറഞ്ഞു. അവരപ്പോൾ തന്നെ ആ കഥാപാത്രം ചെയ്യാൻ താല്പര്യം കാണിച്ചു. അവർ വരികയും ചെയ്തു. ആ കാസ്റ്റിംഗ് പക്ഷേ വളരെ അനുയോജ്യമായെന്ന് പിന്നീട് നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. അതെ, അതുപോലെ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ആ 7 bells ആണ്. ആ 7 bells ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ആ 7 bells ഈ കഥയിൽ ഉൾപ്പെടുന്നത്? അതെങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? ആരായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. 7 bells സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ വന്നതാണ്. അതിന് പേരിട്ട് 7 bells എന്ന് ഇട്ടു. ആദ്യത്തെ സ്ക്രിപ്റ്റിൽ നമ്മൾ 82 എഴുതുമ്പോൾ തന്നെ അത് രഘുവിൻ്റെ ക്രിയേഷനാണ്. എഴുത്തിൽ ക്രിയേറ്റ് ചെയ്ത രഘു തന്നെയാണ്. അന്ന് 7 bells എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകും. അത് ഒരു പിയാനോയുടെ ഒരു മോഡിഫൈഡ് വേർഷനാണ്, പിയാനോ ഇതുമ്പോഴുള്ള ഒരു ബ്ലെൻഡഡ് വേർഷനാണെന്നൊക്കെയുള്ള ഒരു ധാരണ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അന്ന് അത് നടക്കാതെ പോയി. പക്ഷേ ഇന്ന് വീണ്ടും വന്നപ്പോൾ ആ കഥയിൽ നിന്നും മാറാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 7 bells തന്നെയാണ്. അത് ക്രിയേറ്റ് ചെയ്തത് പ്രകാശ് മൂർത്തി എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ. പുള്ളി ബേസിക്കലി ഒരു ആർട്ട് ഡയറക്ടർ അല്ല, കൺവെൻഷനലായിട്ട് സിനിമ ചെയ്യുന്ന ആളല്ല. പുള്ളി ഒരു പെയിൻറ്ററാണ്, പുള്ളി ഒരു സ്കൾപ്ചറൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയാണ് അതിൻ്റെ ബേസിക് ഡിസൈൻ ചെയ്തത്. പിന്നെ മുത്തുരാജ് എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ വന്ന ശേഷമാണ് അതിനൊരു ഫങ്ഷണൽ മോഡ് ഉണ്ടാക്കി. അത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡിലേക്ക് കൊണ്ടുവന്നത് മുത്തുരാജാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 7 bells വായിക്കുന്ന സമയത്ത് അത് നമ്മൾ പകലൊക്കെ കേൾക്കുമ്പോൾ അത് നമുക്കൊരു നൊമ്പരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അലീന എന്ന് പറഞ്ഞിട്ടാണ് ആ 7 bells ഇങ്ങനെ പോകുന്നത്. അതൊരു നൊമ്പരമായിട്ട് തോന്നുമെങ്കിലും രാത്രി അത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു ഹൊറർ മൂഡ് വരാറുണ്ട്. അത് രാത്രി ഇരുട്ടുള്ളത് കൊണ്ടാണ്. രാത്രി വെളിച്ചമുള്ള സമയമാണ്, രാത്രികളിലൊന്നും ആ പ്രശ്നം ഉണ്ടാവില്ല. ഇരുട്ടാണ് പ്രശ്നം അതിൻ്റെ. നിങ്ങൾ ആ 7 bells ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. അതിനൊരു പെഡലുണ്ട്, 2 പെഡൽ. പിയാനോൻ്റെ പഴയ ഗ്രാൻഡ് പിയാനോനൊക്കെ ചില പെഡലുണ്ട്. പക്ഷെ അത് കൂടാണ്ട് ഈ മൂർത്തിയും ഈ ആടെ അത് ഡിസൈൻ ചെയ്ത ആൾ 2 സൈഡിലും ഒരു ബെല്ലോസ് വെച്ചിട്ട് ഹാർമോണിയത്തിനൊക്കെ ഉപയോഗിക്കുന്ന ബെല്ലോസ്. ഈ ബെല്ലോസിൻ്റെ ഇതിൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു ഫങ്ഷണൽ ബെല്ലോസ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് 2 പേരിൽ 2 പേർ. പക്ഷേ ഈ മ്യൂസിക് ഡയറക്ടറുടെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ആ ശബ്ദം അയാളൊരു ശ്വാസ ശബ്ദമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സംസാരിക്കുന്നതും ജീവനുള്ള ഒരു വസ്തുവായി മാറി. അത് നിങ്ങളിനി പാട്ട് കേൾക്കുമ്പോഴും അതിൻ്റെ റീറെക്കോർഡിങ് കേൾക്കുമ്പോഴൊക്കെ ആ ശ്വാസമായിട്ടാണ് അത് വരുന്നത്. ബ്രീത്ത് അതൊക്കെയാണ് ജീനിയസിൻ്റെ ഒരു ജീനിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെയാണ് മ്യൂസിക് ഡയറക്ടറുടെയും അത് നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു എലമെൻ്റ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അതാണ് ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റിൽ ഒരു ഇമേജറി അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന സംവിധായകന്, ഉൾക്കൊള്ളുന്ന സംവിധായകന് ആ ഫീലിങ്ങിലേക്ക് കുറച്ചുകൂടി ലൈഫ് കൊടുക്കാൻ സാധിക്കുക, വിഷ്വലി കൊടുക്കാൻ സാധിക്കുക. അതുപോലെ ഒരു എലമെൻ്റ് കൊടുക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് അതിലേക്കൊരു വിഷ്വൽ അതാണ് സിനിമയിൽ വേണ്ടത്. അത് ആവോളം ആസ്വദിച്ച ഒരാളാണ് ഞാൻ. ഈ സിനിമയിൽ പ്രത്യേകിച്ചും ഇത്തരം സംഗതികളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതൊക്കെയാണ് ഒരു സിനിമയ്ക്ക് ജീവൻ കൊടുക്കുന്നത്. അത് തിരക്കഥയിൽ എഴുതിയാലും അതിനെ കിട്ടണം, ആ ജീവൻ. അത് കിട്ടിയ അപൂർവം സിനിമകളിലൊന്നാണ് എനിക്ക് ദേവദൂതൻ. ഇത് കിട്ടിയ ഒരുപാട് പടങ്ങളുണ്ട്, പക്ഷെ അപൂർവ സംഭവങ്ങളാണിത്. ഇതൊക്കെ ഞാൻ വളരെയേറെ, അതാണ് എനിക്ക് ഇവരൊക്കെ താങ്ക്ഫുള്ളായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വിദ്യാസാഗറിൻ്റെ മ്യൂസിക് അതിൽ റീ റെക്കോർഡിങ്ങിനേക്കാൾ ഏറെ എനിക്ക് അത്ഭുതം തന്നത് ഇതൊക്കെ എങ്ങനെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. അതാണ് ജീനിയസ് എന്ന് പറയുന്നത്. അത് ഇതിപ്പോൾ കാണുമ്പോഴും ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ വിദ്യാജി നോ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ വിദ്യാജി നോ പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ദേവദൂതൻ എന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? നോന്ന് പറഞ്ഞിരുന്നെങ്കിൽ സിയാദിന് പൈസ നഷ്ടപ്പെടില്ലായിരുന്നു. അല്ല, വിദ്യ നോ പറയേണ്ട കാര്യമില്ല. കാരണം വിദ്യ ഇതിൻ്റെ ഒരു ഭാഗമാകുന്നത് ഈ സിനിമയുടെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വിദ്യ ഇതിൻ്റെ ഭാഗമാണ്. അത് കൂടാതെ അതിനു മുമ്പുള്ള ഞാൻ ചെയ്ത 3 പടങ്ങളും വിദ്യാസാഗറാണ് മ്യൂസിക് ഡയറക്ടർ. സിയാദ് അതിനു മുമ്പ് ചെയ്ത 2 പടങ്ങളും വിദ്യാസാഗറാണ് മ്യൂസിക് ചെയ്തത്.
അപ്പം വ്യക്തിപരമായിട്ട് പ്രൊഫഷണലായിട്ടൊക്കെ നല്ലൊരു ബന്ധം അപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ രൂപപ്പെട്ടിരുന്നു. അപ്പം നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനും സിയാദും കൂടെ ചേരുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വിദ്യാസാഗറിന് അത് ഒരിക്കലും റെഫ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓഫറല്ല, പ്രത്യേകിച്ചും ഇത്രയും മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമ വരുമ്പോൾ. അതുപോലെ ഈ നരസിംഹം ആ സമയത്തായിരുന്നു, ഒരു കാലയളവിലായിരുന്നു റിലീസ് ചെയ്യപ്പെടുന്നത്. ഈ അതിൻ്റെ ഒരു വിജയവും അത് പ്രതീക്ഷിച്ചു വരുന്ന ഒരു പ്രേക്ഷകരുമായിരുന്നു ദേവദൂതനെ ശരിക്കും ഒരു തിയേറ്ററിൽ ഒരു പരാജയത്തിലേക്ക് നയിക്കാനിടയാക്കിയെന്ന് തോന്നുന്നു. അതിൽ പ്രധാന ഘടകങ്ങളിലൊന്നും അത് തന്നെയാണ്. കാരണം അവർ തിയേറ്ററിലേക്ക് എത്തിയത്, അവരതിനു മുമ്പ് കണ്ട മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹ്യൂമൻ ഇമേജിലുള്ളൊരു ഹീറോയെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസും മീശബരിയും മുണ്ടുമടക്കി കുത്തലുമൊക്കെയുള്ള കഥാപാത്രങ്ങളെയാണ് അവർ ആരാധിച്ചത്. അത് ഈ സിനിമയിൽ പ്രതീക്ഷിച്ച് വന്നപ്പോൾ അതുണ്ടായില്ല എന്നുള്ളതാണ് അവരെ നിരാശപ്പെടുത്തിയതും ഇത്ര വലിയ രീതിയിൽ നിരാകരിച്ചതിനും കാരണം എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. മോഹൻലാൽ വന്നപ്പോൾ കഥയിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ശരിക്കും അത് മോഹൻലാലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിനെ മ്യൂസിക്കിലേക്കും വരണം, മോഹൻലാലിലേക്കും ഇത് കൊണ്ടുവരണം, അത്തരത്തിൽ എങ്ങനെയായിരുന്നു ഇതിനെ പാകപ്പെടുത്തിയെടുക്കുന്നത്? മോഹൻലാൽ വന്നിട്ട് കഥയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. മോഹൻലാലിൻ്റെ ആ ഹീറോ പരിവേഷം ചെറിയ തോതിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ചില സീക്വൻസിൽ ചില എന്താ പറയുക ഒരു ഹീറോയിസൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് മാച്ച് ഉണ്ടായിട്ടുണ്ടാവില്ല. അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്ന് ചോദിച്ചാൽ അതിന് ഓപ്ഷനും ഇല്ല. അറിയില്ല, നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ പറയാം. ഇപ്പോൾ വേണം ചിന്തിക്കുമ്പോൾ വേണം അങ്ങനെ മാറ്റിയെന്നൊക്കെ പറയുമ്പം 10 ആൾ പറയുമ്പോൾ മാറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായിരുന്നു തോന്നുമ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കഥാപാത്രത്തിനും മുകളിൽ ആക്ടർക്ക് നടനെ കാണുമ്പോഴാണ് തിയേറ്ററിൽ ഒരു പ്രേക്ഷകൻ കഥാപാത്രത്തിന് മുകളിൽ ആ നടൻ്റെ ഇമേജിനെ കാണുകയാണെങ്കിൽ ആ കഥാപാത്രം താഴേക്ക് പോകും. ഇതാണ് ഇതിൽ സംഭവിച്ചത്. മോഹൻലാൽ അന്ന് ഒരു ആക്ടറുടെ ഒരു ഹൈലൈറ്റിൽ നിൽക്കുന്ന താരപരിവേഷം എന്ന് പറയുന്നൊക്കെ ആ വാക്കൊക്കെ അവിടെ ഉപയോഗിക്കുന്നത്. കഥാപാത്ര പരിവേഷം വേറെയാണ്. കഥാപാത്ര പരിവേഷം ഉണ്ടാകുമ്പോഴാണ് ജനങ്ങളിലേക്ക് ആ കഥാപാത്രം ക്യാരക്ടർ പോവുക. കഥാപാത്ര പരിവേഷം ഉണ്ടായൊരു സിനിമയാണ് മോഹൻലാലിൻ്റെ ഞാൻ എഴുതിയ വാനപ്രസ്ഥം. അതും പോലെ തന്നെ ഈ പടത്തിലും കഥാപാത്ര പരിവേഷം ലാൽ മനോഹരമായി ചെയ്തിട്ടുണ്ട്. പക്ഷെ കാണുന്ന പ്രേക്ഷകന്, പ്രത്യേകിച്ച് സിബിയുടെ ഒക്കെ പടാകുമ്പോഴും ഇവരൊക്കെ അതിനൊരു താരപരിവേഷം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ താരപരിവേഷം മുകളിൽ നിൽക്കുന്നത് കൊണ്ടായിരുന്നു പ്രേക്ഷകരിൽ പലർക്കും അത് ഇഷ്ടപ്പെടാതിരുന്നത്. പിന്നീട് വന്ന ജനറേഷൻ ആ താരപരിവേഷം ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ അത് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. അവരായിരിക്കും നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നതും ആക്കുന്നതും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നത്. അത് ഈ നടന്മാരുടെ ഒരു ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന മാറ്റങ്ങളാണ്. അതുപോലെ ഈ വാനപ്രസ്ഥം പറയുമ്പോഴാണ്, വാനപ്രസ്ഥം ഒരു കഥകളി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. സമയത്ത് മോഹൻലാൽ കഥകളി അറിയാത്ത ഒരാളാണ്. അപ്പോൾ മോഹൻലാലിനെ കൊണ്ട് വാനപ്രസ്ഥം ചെയ്യിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും, അതിൽ ഒരു സീനുണ്ട്, മരിക്കുന്ന സീനിൽ മൂക്കുത്തി നിശ്ചലമാകുന്നതടക്കം നമ്മൾ അടക്കി പിടിച്ച് കാണുന്ന അത്രയും പക്വതയോടെയാണ് അദ്ദേഹം. വാനപ്രസ്ഥയിൽ മോഹൻലാൽ വരുമ്പോൾ വാനപ്രസ്ഥയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന നേരത്തെ എനിക്കറിയാം. അത് ഷാജി തീരുമാനിച്ചൊരു കാര്യമാണ്. ലാലിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിന് അത് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ക്യാരക്ടറാണ്. ഈ ലാൽ തന്നെ പറഞ്ഞല്ലോ, അതിൽ ആ മൂക്കുത്തി ഇങ്ങനെ ആ പർട്ടിക്കുലർ മൊമെന്റിൽ മരണം മുന്നിൽ കാണുന്ന അവര് അത് ഒരു മാത്രം നേരം ശ്വാസം അടക്കി പിടിച്ചു എന്ന് ലാൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ആ മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിന് എന്ത് ചെയ്യണമെന്ന് അയാളുടെ ഉത്ബോധം അത് അയാളെ പ്രേരിപ്പിക്കുമ്പോൾ അദ്ദേഹം ചെയ്യും. ലാലിൻ്റെ ഏറ്റവും വലിയ വേഴ്സാറ്റിലിറ്റി എന്ന് പറയുന്നത് ആ കഥാപാത്രം അയാൾക്ക് ഉൾക്കൊള്ളുന്നത് ഒരു രീതിയുണ്ട്. അത് ഈ സിബിയുടെ ചില പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കത്തി താഴെ ഇടാന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അതിലൊക്കെ ലാലിൻ്റെ 2-3 ഭാവങ്ങളുണ്ട് ഇതിൽ അദ്ദേഹം തന്നെ എടുത്ത്. അതും കട്ട് ഷോട്ട്സാണ്. എന്ത് രസമായിട്ട് ലാൽ ചെയ്തത്. അതെങ്ങനെയല്ല വന്നു അതൊക്കെയാണ് അഭിനയം. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കഥാപാത്രമായി മാറുന്ന അവസ്ഥ. അത് കഴിഞ്ഞ ആൾ സാധാരണ പോലെ ആവുകയും ചെയ്യും.
അതെങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ അറിയില്ല, എനിക്ക് സംഭവിക്കുന്നതാണ്. എല്ലാവർക്കും പല നടന്മാരും അങ്ങനെയല്ലേ, എത്രയോ പടങ്ങളിൽ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കഥകളി സ്വായത്തമാക്കിയിരുന്നു മോഹൻലാൽ ആ സമയത്ത്. ലാൽ ആ സമയത്ത് വേണ്ടൊക്കെ സ്വായത്തമാക്കുന്നേ ലാൽ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഒരുപാട് എണ്ണ തേച്ച് കുളിച്ചിട്ടൊന്നും ലാൽ ചെയ്യുന്നത്. പക്ഷെ ലാൽ ചെയ്തിരിക്കുന്നതിൽ അത്ഭുതം എനിക്ക് തോന്നിയത്, ഈ 8 മണിക്കൂറൊക്കെ കിരീടവും തലയിൽ വെച്ച് ഇരുന്നിട്ടുണ്ട്. ഒരു കഥകളി നടനും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും മണിക്കൂറുകൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതാക്കണ്ടേ. അതൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട് അതിൻ്റെ പിറകിൽ. അതൊരു എനിക്ക് ലാലിനെ എന്നെ സംബന്ധിച്ചോളം ആ പടത്തിന് ശേഷം എനിക്ക് ലാലിനെ വെച്ചിട്ടൊരു തിരക്കഥ എഴുതാൻ എന്താ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അഥവാ ആരും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ലാലിന് വേണ്ടി സ്ക്രിപ്റ്റ്, അടുത്ത കാലത്ത് പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ എഴുതേണ്ടതെന്ന് അറിയില്ല. ആ ഒരു സാച്ചുറേഷനിൽ എത്തിയ പോലെ, എൻ്റെ ഉള്ളിലെ സാച്ചുറേഷൻ എത്തിയ പോലെ ഒരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട്. എഴുതുമായിരിക്കും, അറിയില്ല എനിക്ക്. സിബി സാർ കിരീടത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു പോസ്റ്റർ ഇപ്പം ഭയങ്കര വൈറലാവുന്നുണ്ട്. ലോഹിതാസ് സാർ പറയുന്ന സാധനമാണ്, സിബിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു വാശിയിൽ ഞാൻ വെറും 3 ദിവസം കൊണ്ട് എടുത്ത് എഴുതിയ കഥയാണ് കിരീടം എന്നുള്ളത്. അല്ല, 3 ദിവസമാണെന്നാണ് കൃത്യം അറിയില്ല. പക്ഷെ വളരെ പെട്ടെന്ന് എഴുതി തീർത്ത ഒരു തിരക്കഥയാണത്. എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ലൊക്കേഷനിലേക്ക് പോവുകയുണ്ടായി. ഷൂട്ടിംഗ് പിന്നീട് കുറച്ചുകൂടി ലേറ്റായി, പക്ഷേ ലൊക്കേഷനിലാണ് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്കായിട്ട് ഞാൻ പോവുകയും ചെയ്തു. അത് ഒരുപക്ഷെ എൻ്റെ ഹണിമൂൺ നടന്നത് അവിടെയാണ്, ആ ലൊക്കേഷനിലാണ്. അപ്പോൾ ലോഹിയെ സംബന്ധിച്ചിടത്തോളം ഈ കഥ വളരെ മുമ്പേ തന്നെ മനസ്സിൽ ഇങ്ങനൊരു കഥ ഞങ്ങൾ രൂപപ്പെടുകയും അത് സിനിമ ലാലിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഒരുപാട് പ്രിപ്പറേഷൻ മനസ്സിൽ ഓൾറെഡി ലോഹിയുടെ ഉള്ളിലുണ്ടായിരുന്നു ആ കഥ. അത് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലത് പൂർണ്ണമായിട്ടും രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ എഴുതുകാനുള്ള ഒരു പ്രഷർ വരുന്നത്, ഇപ്പോൾ എൻ്റെ കല്യാണം വരുന്നു, അതിനു മുമ്പ് പോകണം, അത് കഴിഞ്ഞാൽ നേരെ ഷൂട്ടിങ് തുടങ്ങാൻ പോകണം എന്നൊക്കെ പറയുന്ന ലോഹി എപ്പോഴും ഒരു പ്രഷറിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ പറയാറുണ്ട്, ജനറേറ്റർ കൊണ്ട് സ്റ്റാർട്ട് ലൊക്കേഷനിലെ യൂണിറ്റിനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്താലേ ലോഹിയുടെ പേന ചലിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അത്രമാത്രം പ്രഷറിൽ നിന്ന് ചെയ്യുമ്പോഴാണ് ലോഹിക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാനും കഴിയുന്നത്. അതിൽ തിലകൻ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും നല്ല കോംബോ ആയിട്ട് തോന്നിയിട്ടുള്ളത് മോഹൻലാലിനെയാണ്. അതിൽ പറയുന്നൊരു സാധനം, ഈ കത്തി താഴെയിടാൻ മോനെ എന്ന് പറയുന്ന സമയത്ത് അവർ കൊടുക്കുന്ന ഓരോ ആക്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു തിലകൻ ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ തിലകൻ മോഹൻലാൽ കോംബോ ആളുകൾ ആദ്യം തൊട്ട് ഏറ്റെടുക്കുന്നതും ഒക്കെ ഈ കിരീടം തൊട്ട് തന്നെ ആയിരിക്കും അല്ലേ? ആ ഒരു കോംബോനെ കുറിച്ച് സാറിൻ്റെ ഓർമ്മയിൽ? എൻ്റെ കൂടെ മോഹൻലാലും തിലകൻ ചേട്ടനും ആദ്യമായിട്ട് ഒന്നിക്കുന്നത് ഈ സിനിമയിലാണ്. അതെ, അതിൽ തന്നെയാണ്. രണ്ടുപേരും എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയതുകൊണ്ട് അവർക്ക് നല്ലൊരു ആക്ടർ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഒരു ആക്ടർക്ക് കൃത്യമായിട്ട് അതിനോട് റെസ്പോണ്ട് പിന്നെ ഇയാളുടെ ആക്ടിനെ അയാൾ റിയാക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് രണ്ടുപേരും ഒരേപോലെ വേവ് ലെങ്തിൽ ചെയ്യുമ്പോഴാണ് പരസ്പരം പൂരകങ്ങളായ ഒരു അഭിനയം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ എപ്പോഴും നമുക്ക്. പിന്നീട് അവർ പല സിനിമകളിലും ഇപ്പോൾ സ്ഫടികത്തിലായാലും അച്ഛനും മകനുമായിട്ട് ചെയ്യുന്നു. ഇതിനകത്തും ഈ അച്ഛനും മകനും ആ അച്ഛനും മകനും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇത് എന്താണ്, ഇവർ അഭിനയിക്കുമ്പോൾ പരസ്പരം ബഹുമാനത്തോടെ പരസ്പരം അതിൻ്റെ ഏറ്റവും പൂർണ്ണതയോടെ ചെയ്യുന്നൊരു ആക്റ്റാണത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. അതുപോലെ സാർ, ഈ മധുര നൊമ്പരക്കാറ്റ്, ആ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രകൃതിയെ ഇത്രയും സിനിമയിൽ ഉൾപ്പെടുത്തിയ ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതമായി തോന്നാറുണ്ട്. അത്രയും കാറ്റാണ് ഏത് സമയവും അത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ സ്വാഭാവികമായി ഈ ലൊക്കേഷനിലൊക്കെ അതൊരു പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടാവില്ല. കാരണം പരിക്ക് പറ്റിയ ആർട്ടിസ്റ്റുകൾക്ക് സംവിധാനം അതിനിടെ തലകറങ്ങി വീണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കമൽ നന്നായിട്ട് ചെയ്ത പടമാണ്. അതിൽ കാറ്റ് ജനറേറ്റ് ചെയ്തു, ഭംഗിയായിട്ട് ചെയ്തു. അത് സംയുക്തൊക്കെ എനിക്ക് തോന്നുന്നു കാറ്റിൻ്റെ കൂടെ തന്നെ ഈ പച്ച ചപ്പും ചവറൊക്കെ പറപ്പിക്കുമല്ലോ, ഈർച്ചപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു, മരപ്പൊടി എല്ലാം കൂടെ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു സംവിധാനം ശ്വസിച്ചൊക്കെ പോയിട്ടുണ്ട്, പിന്നെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നല്ല രസമായിട്ട് ചെയ്തതാണ് കമലത്. ഞാൻ മുമ്പ് എഴുതിയ കഥയാണ്, കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയ കഥയാണ്. ആ കഥ അന്ന് പബ്ലിഷ് ചെയ്ത് വന്നതാണ് കലാകൗമുദിയിൽ. പിന്നീട് അതുപോലെ 22 വർഷത്തിന് ശേഷമാണ്, 25 വർഷമായിട്ടുണ്ട്, ആ 15-25 വർഷം ആ കമല കഥ ചോദിച്ച് വന്നത്.
ഈ സമ്മർ ഇൻ ബദലഹേമിൽ ക്യാമിയോ റോളിലാണ് മോഹൻലാൽ എത്തുന്നത്, ആ ലാസ്റ്റ് ഒരു സീനിൽ. പക്ഷെ അതിൽ മുന്നേ ലാൽ മഞ്ജു വാര്യർ കോംബോയിൽ ചില സീനുകൾ ഉണ്ടായിരുന്നു എന്നും പിന്നീട് അത് കട്ട് ചെയ്യപ്പെടുകയാണെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സീനുകൾ അതിലുണ്ടായിരുന്നു ശരിക്കും മഞ്ജു വാര്യറും ലാലും ഒന്നിച്ച്? അതിനകത്ത് 2 സീനുകളെ ലാലിൻ്റെത് ഉള്ളായിരുന്നു, അതിലൊരെണ്ണം കട്ട് ചെയ്തു. ജയിലിലുള്ള സീനാണ് ആദ്യം ലാൽ വരുന്നത്, അത് പൂർണ്ണമായിട്ടും അതിനകത്തൊന്നും കുറവ് വരുത്തിയിട്ടില്ല. രണ്ടാമതൊരു സീനുണ്ടായിരുന്നത് തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് കട്ട് ചെയ്തത്. രണ്ടാമത്തെ സീനെന്ന് പറയുന്നത് ഈ പെൺകുട്ടി ലാലിനെ, നിരഞ്ജനെ സ്നേഹിച്ച ആ കുട്ടി അവിടെ വെച്ച് പെട്ടെന്ന് സുരേഷിനെ, ഇയാൾ നിർബന്ധത്തിന് വഴങ്ങി സുരേഷിൻ്റെ ഡെന്നിസിൻ്റെ കഥാപാത്രത്തെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഈ കുട്ടിയെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അവരെ വീട്ടുകാരും ഈ മുത്തച്ഛനും മുത്തശ്ശിയും മറ്റ് കസിൻസ് എല്ലാം കൂടെ പ്രഷറൈസ് ചെയ്ത് അവരെ അവളെ അവർക്കൊരു കൺവിൻസ്ഡ് ആക്കുകയാണ്. അതായത് നീ സ്നേഹിച്ചത് പിന്നെ അയാൾ മരണത്തിലേക്ക് പോയി, പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അയാൾ ഡെന്നിസ് നിന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ അവളെ പറഞ്ഞ് അതിലേക്ക് കൺവിൻസ് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. അത് ഇച്ചിരി ലെങ്തി സീനായിരുന്നു. ആ സീനിൻ്റെ ഒടുവിൽ ഇവൾ വന്നൊരു ബെഞ്ചിലിരിക്കുമ്പോൾ ആ ബെഞ്ചിൽ മോഹൻലാലിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അയാൾ മരണശേഷം അയാൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ള അവളുടെ ഒരു തോന്നലാണ്. ആ കഥാപാത്രം അവൾക്ക് കൺഫർമേഷൻ കൊടുക്കുന്നത് അവിടെ നിന്നാണ്. നീ ചെയ്തത് ശരി തന്നെയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സീനുണ്ടായിരുന്നു, അത് ഒഴിവാക്കി. അത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്തു. ലാല് തിരിച്ചു പോകുന്നതോടുകൂടി ലാലിൻ്റെ ആ ഒരു ഇത് തന്നെ സൂപ്പർ താരത്തിൻ്റെ പരിവേഷമാണല്ലോ. ലാല് വരുന്നതോടെ ആൾക്കാർ, നമ്മൾ ആ സിനിമയുടെ റിലീസ് വരെയും മോഹൻലാൽ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയും കൊടുത്തിരുന്നില്ല. ലാല് വരുന്നതോടെ തിയേറ്ററിൽ അത് ഭയങ്കരമായ ഷോക്കായി, ആൾക്കാർ അപ്രതീക്ഷിതമായ ഒരു എൻട്രി ആയിരുന്നു അത്. ആ സിനിമയിൽ ലാലിനെ തൂക്കുമരത്തിലേക്ക്, അല്ലെങ്കിൽ ഇയാൾ ഇനി തിരിച്ചു പോകുന്നു, കല്യാണം കഴിപ്പിച്ചു നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇയാൾ തിരിച്ച് നടന്നു പോകുന്നതോടുകൂടി ആൾക്കാർ പിന്നെ സിനിമ കാണാനായിട്ടുള്ളൊരു താല്പര്യം ആൾക്കാർക്കില്ല. കാരണം പിന്നെ ഒരു വലിയ സീനാണ്, ലാൽ ഇല്ലാത്തൊരു വലിയ സീനാണ്. ആ സീനിൻ്റെ ഒടുവിലാണ് ലാൽ വരുന്നത്. അവിടെയല്ല, ഒരു ഇമാജിനറി സ്ഥലത്തേക്ക് ഈ പെൺകുട്ടി വന്നിരിക്കുമ്പോൾ അവിടെ ലാൽ വരുന്ന സംസാരിക്കുന്നതാണ്. അത് തിയേറ്ററിൽ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ സിയാദ് തന്നെയായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. സിയാദിൻ്റെ തിയേറ്ററിൽ തന്നെയാണ് ഇത് റിലീസ് ചെയ്തത്. ഞാൻ അന്നും ചെന്നൈയിൽ തന്നെയാണ്. സിയാദ് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിടോ ആ സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാണാം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ഈ മൂഡിലുള്ള ആളെ ഇവിടെ കരഞ്ഞ് അതിനോട് പ്രതിരോധിച്ചു നിന്ന മഞ്ജുവിൻ്റെ ക്യാരക്ടർ സ്റ്റേഷനിലെത്തുമ്പോഴേക്കും വളരെ തിരിച്ച് നിൽക്കുന്നത്. ആ ഒരു മാറ്റം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന പേടിച്ചിട്ടാണ് ഈ ഒരു സീൻ ഇട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ഷോയ്ക്ക് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക, അത് കുഴപ്പമില്ലേ കണ്ടിന്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഷോയ്ക്ക് കട്ട് ചെയ്ത് കണ്ടപ്പോൾ സിയാറിൻ്റെ തിയേറ്ററിൽ തന്നെ കട്ട് ചെയ്ത് കണ്ടപ്പോൾ സിയാറിന് കുഴപ്പമില്ല, ആൾക്കാർ ഹാപ്പിയാണ് എന്നും. ലാലിനെ കണ്ട് ലാൽ പോകുന്നവരുടെ ആ പടത്തെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു എന്തുവ്യാസം കഴിഞ്ഞു. അത് പിന്നെ എല്ലാ തിയേറ്ററുകളിലേക്കും നമ്മൾ മാറ്റി. അതുപോലെ ഈ ആകാശദൂത് വിജയത്തിലേക്ക് എത്തിക്കുന്നത് തൂവാലയാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അതെന്തായിരുന്നു അതിന് വേണ്ടിയുള്ളൊരു കഥ? അല്ല, അത് തിയേറ്ററുകൾ ആദ്യത്തെ ദിവസങ്ങളിൽ ആളില്ലായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഒരു 100 പേര്, പിന്നെ പറഞ്ഞ് കേട്ടാണ് ആൾക്കാർ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇത് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പിക്കപ്പ് ചെയ്യാൻ പോകുന്ന സിനിമയാണെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ അത് എത്രയും വേഗം സംഭവിച്ചില്ലെങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് സിനിമ മാറ്റപ്പെടും. തിയേറ്ററുകാർ അത്രയൊന്നും വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പബ്ലിസിറ്റി ഒരു സ്ട്രാറ്റജിയാണ്. ആൾക്കാർ സിനിമ കാണാൻ വരുന്നവർക്ക് ഒരു ടവൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കൊടുക്കും. പക്ഷേ അവർക്ക് അപ്പോൾ എന്തിനാണ് തരുന്നതെന്ന് തോന്നില്ല. പക്ഷേ തിയേറ്ററിൽ കയറി സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നും. അപ്പോൾ അവർ അടുത്ത വീട്ടിൽ, പ്രത്യേകിച്ചും സ്ത്രീകളോട്, അടുത്ത അയൽക്കാരോട് പറയും ഞാൻ ഇന്നലെ സിനിമ കാണാൻ പോയി, ഇനി ഈ ടവൽ കിട്ടിയിട്ട് നന്നായി, അല്ലെങ്കിൽ കരഞ്ഞൊരു വഴിയായി പോരെന്ന് പറയും. അത് വളരെ പെട്ടെന്ന് ഒരു തിയേറ്ററിലേക്ക് ആൾക്കാർ വരാൻ കാരണമായി തീർന്നു. അതിൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ, അത് വളരെ ചർച്ച ചെയ്യപ്പെട്ട സിനിമ. അത് 13 പേര് എഴുതിയിട്ടും ശരിയാവാഞ്ഞിട്ടാണ് സാറിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് ശരിയാകുന്നത്. അതെങ്ങനെയായിരുന്നു അത് വിജയിപ്പിച്ചെടുക്കുന്നത്? അതെനിക്ക് അങ്ങനെയല്ല, അതൊരു പലരെ കൊണ്ട് അവർ നോക്കിയിരുന്നു, അതിനൊന്നും ഞാനില്ലല്ലോ, അതൊന്നും ശരിയായില്ല. അവർക്ക് മുഴുവനായിട്ട് സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല, അവർ ശ്രമിച്ചു നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴൊന്നും പൂർണ്ണമായൊരു കഥയിലേക്കോ ഇതിലേക്കൊന്നും അത് എത്തിപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് 3 ഡയമെൻഷണൽ മൂവിയാണ്, അതിനൊരുപാട് പരിമിതികളുണ്ട്. എന്ത് 3 ഡയമെൻഷനാണെങ്കിലും ശരി, അതിലൊരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അതിൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് തുടങ്ങി ഒരു കുറച്ച് ഒക്കെ ഒരു ചെറിയൊരു രൂപമൊക്കെ മുന്നോട്ട് പോകാനേ പറ്റിയുള്ളൂ, കുറച്ച്. പക്ഷെ അതൊന്നും ജിജോനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജിജോനെ അത് ഫെയിലറായി തോന്നി. ഫൈനലി എൻ്റെ അടുത്ത് എത്തി.
ഈ ആലിപ്പഴം പെറുക്കാൻ എന്നുള്ള പാട്ട് എടുക്കുന്നതും കുറെ റിസ്ക് ഉണ്ടായിരുന്നു അല്ല, ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്യുന്നത്? ഏയ് അതൊക്കെ പിന്നെ ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിനൊക്കെ അതിൻ്റെ തന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ നടന്നു. അതൊരു ഉത്സവമായിരുന്നു ആ പടം മൊത്തം. ഫസ്റ്റ് ഡേ മുതൽ ഉത്സവ അന്തരീക്ഷമായിരുന്നു. എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു ആ പടം. അതെനിക്ക് തോന്നുന്നത് എനിക്ക് 2 കമ്മിറ്റ്മെൻറ്റാണ് ഉള്ളത്. ഇതിനെല്ലാം കാരണക്കാരൻ സിബിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഇപ്പം പറയാം. അതായത് ഇപ്പം ഞാനൊരു പക്ഷേ ഈ നവോദയക്ക് വേണ്ടിയിട്ട് സിബിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ തിരക്കഥ എഴുതുന്നത്, ഇവർക്ക് നവോദയക്ക് വേണ്ടിയിട്ട് സിബി ആദ്യം ചെയ്യാൻ പോകുന്ന പടത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്, ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് ഈ ദേവദൂതനിൽ വന്ന് എത്തി നിൽക്കുന്ന ഈ പർട്ടിക്കുലർ സാധനത്തിന് ആദ്യത്തെ ഇത്. അന്ന് സിബി അല്ലായിരുന്നു അവിടെയെങ്കിൽ ഒരു പക്ഷേ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് ഈ മനുഷ്യനോട് തോന്നിയ ഇപ്പം ഈ മനുഷ്യൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ വളരെ സൗമ്യമായ സംസാരം, ആദ്യം സൈലൻ്റാണ്, അധികമൊന്നും പറയില്ല, എപ്പോഴും ഒരു കൂടെ ഉണ്ട് എപ്പോഴും. പക്ഷേ അധികമായിട്ടുള്ള ഓവർവെൽമിങ് ആയിട്ടുള്ള ശബ്ദമോ പൊട്ടിച്ചിരിയോ സിബി അമർത്തി ചിരിച്ചിട്ടേ കിട്ടും. വളരെ അപൂർവമായിട്ട് ഞാൻ സിബി ഒച്ച ചിരിക്കുന്നത് കണ്ടിട്ടില്ല. ഇവനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയണം. അപ്പോൾ എനിക്ക് അന്ന് സിബി ഇതിനേക്കാളും സോഫ്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഒരു നമ്മളങ്ങനെ പറയില്ലേ, ഒരു ഫാദർ ആവേണ്ട ആൾ വലിയ വില്ലനായി എന്നൊക്കെ പറയുന്ന മാതിരി എന്തോരാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷെ അന്ന് സിബി അല്ലായിരുന്നു അവിടെയെങ്കിൽ എനിക്ക് ഈ മനുഷ്യനോട് അന്ന് തോന്നിയൊരു വാത്സല്യമാണ് വാസ്തവത്തിൽ ആ സിനിമ ഞാൻ എഴുതാൻ തീരുമാനിച്ചത്. അല്ലാതെ എനിക്ക് ആ സിനിമയോട് എനിക്ക് അവരെ ബാക്കിയൊന്നും അത്ര ആംബിയൻസോടൊന്നും അത്ര ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അന്ന് കൂടെയുള്ളവരോടൊന്നും. പക്ഷേ സിബിയോട് എനിക്ക് തോന്നിയൊരു വാത്സല്യം, ഒരിഷ്ടം, തോളിൽ കൈവയ്ക്കാം എനിക്ക് തോന്നിയ സമയം മുതലാണ് ഞാനിതിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ നിന്നാണ് ജിജോയിലേക്ക് ഞാൻ എത്തുന്നത്. ഇപ്പം സിബി അന്ന് അവിടെ ഇല്ല. സിബിയെ ഞാൻ ഈ പടത്തിന് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അന്ന് ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ലെങ്കിൽ കുട്ടിച്ചാത്തനും ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എനിക്ക് ഒരു ഇഷ്ടം തോന്നണം, ഒരു സ്നേഹം തോന്നണം. അതാണ് മിക്ക സിനിമകളും എന്നിൽ ജനിച്ചത് മുഴുവൻ ഒരു സ്നേഹത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെയും പേരിലാണ്. ഈവൻ ഇപ്പം ഷാജിക്ക് വേണ്ടി തിരക്കഥ എഴുതാൻ കാരണം 1 മുതൽ 0 വരെ ഷാജി സിനിമാറ്റോഗ്രാഫറായി വന്നതുകൊണ്ടുള്ള സ്നേഹമാണ്. അപ്പോൾ ഷൂട്ടിംഗ് സമയത്താണ് ഷാജി തിരക്കഥ ചോദിക്കുന്നത്, ഞാൻ സമ്മതിച്ചു. പിന്നെ എന്ത് സംഭവം ഞാൻ എഴുതിപ്പോവും. അങ്ങനെയാണ്. അതേപോലെയാണ് ഇപ്പോൾ ഈവൻ സിയാദിനോട് വന്നത് അങ്ങനെയുള്ള ഓരോ മൂഡിലാണ്. അപ്പോൾ ഇതിനെ കുട്ടിച്ചാത്തൻ്റെ കാരണക്കാരൻ ഞാൻ എഴുതാൻ കാരണക്കാരൻ സിബി തന്നെയാണ്. അത് എനിക്കേ അറിയുള്ളൂ. ഇത് ഞാൻ ചിലരോടൊക്കെ എൻ്റെ വളരെ ക്ലോസ് റേഞ്ചിലുള്ള എൻ്റെ വീട്ടിലെ വൈഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പോൾ നന്ദി ദേവദൂതൻ, എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ് തിയേറ്ററിൽ. നിങ്ങൾ ഏറ്റെടുക്കട്ടെ, ഒരു പരാജയത്തിന്റെ വീതി മാറി വിജയത്തിലേക്ക് തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട്